കുറേ വർഷങ്ങളായിട്ട് കലോത്സവം തുടങ്ങിയപ്പോൾ തൊട്ട് റിപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയും പോലെ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മാർഷൽ ആർട്ടിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണയും നമ്മുടെ ടീം ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ ഇവരിങ്ങനെ വലിയ ആലോചനയിലാണ്. അതെ, വലിയ ആലോചനയാണ്. പക്ഷേ ടീം അംഗങ്ങൾ എല്ലാവരും ഇല്ല, കുറച്ച് പേരോട്. ബാക്കി എവിടെ? വരും വരാതിരിക്കില്ല. മാർഷൽ ആർട്ടിനോട് ചോദിച്ചിട്ട് തുടങ്ങാം. ഇത്തവണ നമ്മൾ എങ്ങനെയാ വേറിട്ട് ബൈപ്പാക്കാൻ പോകുന്നത്? ഇത്തവണ പുതിയതായിട്ട് 3-4 ഇനങ്ങളൂടെ ഉണ്ട്. മകലങ്കലി ഉൾപ്പെടെയുള്ള കുറേ. അതിനകത്ത് നമുക്ക് എന്തൊക്കെ വെറൈറ്റികൾ കാണിക്കാൻ പറ്റുമോ എന്നുള്ള സാധനം നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കും. എന്ന് മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കലോത്സവം ഒന്ന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുകൊണ്ടുള്ള വേറിട്ട വ്യത്യസ്തമാർന്ന ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ കലോത്സവ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ഐറ്റംസ് എന്തായാലും ഉണ്ടാവും. സ്പെഷ്യൽ ഉണ്ടാവും. നമ്മൾ ഇറക്കുമോ? നമ്മളെ പിള്ളേർ കളിക്കുമോ? പിന്നെ എത്രയോ പിള്ളേരുണ്ട്. ഈ ഇരിക്കുന്ന മുഴുവൻ കലാകാരന്മാരാണ്. പഴയ കാലഘട്ടത്തിൽ, അതായത് കുറെ കാലം പല സ്കൂളുകളിലും പല കോളേജുകളിലൊക്കെ കലങ്ങി തെളിഞ്ഞിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. എന്താ അരുണ് പ്രത്യേകിച്ച് എന്തോ പറയാനുണ്ട്? പറഞ്ഞോ. അങ്ങനെയല്ല, എല്ലാവരും എന്തൊക്കെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷ് പദ്യം ചൊല്ലലായിരുന്നു. ഓക്കെ, 2 വരി ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ കേട്ടിട്ടേ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. അത് ജോൺ കീറ്റ്സിന്റെ ഒരു കവിതയാണ് എന്റെ മനസ്സിലേക്ക്. ജോൺ കീറ്റ്സ് എന്ന് പറയുമ്പോൾ ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ ഒരു കവിയാണ്. എന്നെ വളരെ സ്വാധീനിച്ചിട്ടാണ് എ ഡ്രോട്ട് ഓഫ് എ സൺഷൈൻ്റെ 2 വരികൾ ഞാൻ പറയാം. എൻസ് ബർഗണ്ടി ക്ലാരറ്റ് ആൻഡ് പോട്ട് away with old hock and madeira, too early, yeah, for my sport. There's a beverage brighter and clearer instead of a pitiful rum, and my wine all brings a wholesome. അപ്പൊ ഇങ്ങനെയായിരിക്കും. ഓക്കെ, അടിപൊളിയായിട്ട്. ഏത് കലോത്സവത്തിലാണ് ഈ കവിത ചൊല്ലിയത്? വർഷം ശരിക്കും ഓർമ്മയില്ല. സ്കൂൾ കലോത്സവത്തിൽ 3ാം സമ്മാനം ഉണ്ടായിരുന്നു. സ്കൂൾ കലോത്സവത്തില് ഏത് സ്കൂളാ? സ്കൂളിന്റെ പേര് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. സ്കൂൾ തലത്തിൽ 3ാം സമ്മാനം. പിന്നെ ഡിസ്ട്രിക്റ്റിലേക്ക് ഒന്നും പോകാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് പോയില്ല. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി കോഴിക്കോട്. സെന്റ് ജോസഫ് ബോയ്സ്. ഈ ഇനത്തിൽ 3 പേരായിരുന്നു ആകെ മത്സരിക്കാനുണ്ടായിരുന്നത്. അതല്ലേ 3 പേര്. കുറച്ച് പേര് അധികം ഉണ്ടായിരുന്നു. അന്ന് 3ാം സ്ഥാനം വന്നില്ല. അല്ല, എന്തായാലും ഡിസ്ട്രിക്റ്റിലേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് അടിക്കണം. ഒന്നും പോകാൻ പറ്റിയില്ല. പിന്നെ അവസരം കിട്ടിയതുമില്ല. അതെ, സെക്കൻഡ് അല്ല കിട്ടിയത്, 3ാമതാണ് കിട്ടിയത്. എന്നിട്ട് ഫസ്റ്റ് അടിക്കാത്തുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറുത് സോണൽ. സത്യമായിട്ട് പക്ഷെ ഇത് കയ്പ് അറിയാൻ പറ്റില്ല. പ്രത്യേക സന്ദർഭത്തിലും വേഷമൊക്കെ ഉണ്ടല്ലേ, കൊട്ടയൊക്കെ ഉണ്ടല്ലേ, കണ്ടില്ലേ? ഇംഗ്ലീഷ് എസ്റ്റേഷന് പറഞ്ഞു. അപ്പൊ തന്നെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും നാടും നൃത്തം കാണിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അതിനകത്ത് തീർച്ചയായിട്ടും അതിൻ്റെ അത് അല്ലാത്ത മ്യൂസിക് അന്നാലും ഉണ്ടല്ലോ. അതിൻ്റെ അത് 2 വരിയൊക്കെ പാടാവുന്നതാണ്. ഒരു വരി ഇല്ലാത്തതായിരുന്നു ആദ്യം. മറ്റേ തെയ്യത്തോന്റെ ഇതിന് അങ്ങനെ പോകും. ഒരു അരേന്റെ കഥയൊക്കെ ആയിരുന്നു. വേറൊരു പാട്ട് സ്നേഹ, നമ്മളൊരു എന്താ പറയാ പാട്ടുകാരി കൂടിയാണ്. ഒരു പാട്ട് ആലോചിച്ച് വെച്ചോട്ടോ, തിരിച്ചു വരാം. എന്താ ഐറ്റേതാ? ഞാൻ തബല, ഡ്രംസ്, ഹെൽമെറ്റിൽ കൂട്ടിയാലും മതി. ഹെൽമെറ്റില് അങ്ങനെ പറയരുത്. അല്ല, ചെറുതായിട്ട് കാണിക്കും നമ്മളെ. കലാകാരന് ഇത് തടസ്സമല്ല. ഞാൻ താളം കണ്ടെത്തുന്നുണ്ട്. ഹെൽമെറ്റിൽ പോലും താളം കണ്ടെത്തുന്ന സോണൽ കൃഷ്ണ. അല്ലേ? ഉള്ളതാണ്. താളുണ്ട്. അഭിലാഷ് ചേട്ടൻ മാർക്ക് കൊടുത്തു. എ ഗ്രേഡ് ആണോ എ പ്ലസ് ആണ്? എന്താ ഇനി ഷിനോജിന് ഏത് ഗ്രേഡാ കിട്ടേണ്ടതാണ് അറിയണ്ടേ? എന്താ ഐറ്റം? ഇല്ല മിമിക്രി ഒന്നുമില്ല. മോണോ ആക്ട്, നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇല്ല, നല്ല അഭിനയമായിരുന്നു. പിന്നെ ജീവിതത്തിലും നല്ല അഭിനയമായിരുന്നു. ആര് പറഞ്ഞു? നമ്മളെന്നങ്ങ് പറയും. അഭിനയം നല്ലതായിരുന്നു. എപ്പോഴും നല്ല അഭിനയമായിരുന്നു. അതെ. പിന്നെ പുറത്തങ്ങനെ കാണിച്ചിട്ടില്ല. സ്കൂളിലും കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് മാത്രമേ. സ്കൂളിലും കോളേജിലും മാത്രം കളിച്ച് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു കൂട്ടം കലാകാരന്മാരുടെ നൊമ്പരത്തിന് കൂടിയാണ് നമ്മൾ വേദിയാവുന്നത്. അപ്പൊ അവരുടെ കലക്കുകൾക്ക് കൂടി ഇപ്പൊ ഒരു അവസരം ചാനലിലൂടെ കിട്ടും. കാർത്തിക പടത്തിൽ ഏതാ? നമ്മൾ പിന്നെ ഒരു സമയം വരെ ഉണ്ടായിരുന്നുള്ളൂ. അതേതാണ് ഐറ്റം? തിരുവാതിര കളിക്കായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ല. കഴിഞ്ഞു. പിന്നെ കല ആസ്വദിക്കുകയാണ് നമ്മൾ. ആസ്വദിച്ച് അതിലൊരു സംഭവം ഇപ്പൊ ഇപ്പോഴുള്ള പോലെ തന്നെ നമ്മൾ കൂടിയിരുന്ന് സംസാരിക്കുന്നു, അതിലൊരു ആസ്വാദനം കണ്ടെത്തുന്നു. അപ്പൊ നിങ്ങളുടെ കൂടെ സംസാരിക്കുമ്പോൾ പോലെ നമുക്കൊരു വൈബ് ഉണ്ടല്ലോ. അതാണല്ലോ ഇപ്പൊ നമ്മുടെ മെയിൻ. ഫുൾ വൈബ്. അതെ, നമ്മൾ ഏതാണ് ഐറ്റം? ഞാൻ സംസ്കൃത കലോത്സവമായിരുന്നു ഉണ്ടായിരുന്നത്. പാടകം എന്നൊക്കെ പറയുന്ന കലാരൂപത്തിലാണ് പങ്കെടുത്തത്. ഞാൻ സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോഴേ ഏത് കാലഘട്ടം? 2008 സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ തിരുവനന്തപുരത്തായിരുന്നില്ലേ? 2009 ആയിരുന്നു. സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു.
സമ്മാനം കിട്ടിയോ? സ്റ്റേറ്റിൽ മത്സരിച്ചെന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് സ്റ്റേറ്റിൽ സമ്മാനം കിട്ടിയോന്നാണ്? എ ഗ്രേഡ് ഉണ്ടായിരുന്നു. അന്ന് 30 മാർക്കോ എത്ര മാർക്കായിരുന്നു? മാർക്ക് ഉണ്ടായിരുന്നു, 30 മാർക്ക് ഉണ്ടായിരുന്നു. 30 മാർക്ക് 10ാം ക്ലാസ്സിൽ കിട്ടി. അങ്ങനെയാണ് 10ാം ക്ലാസ് ജയിച്ചത്. 10ാം ക്ലാസ്സിൽ 30 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ ചമ്പു പ്രഭാഷണമൊക്കെ പഠിച്ചത്? അല്ല 10ാം ക്ലാസ് ജയിച്ച അങ്ങനെയായിരുന്നു. അല്ലല്ല, അത് പഠിച്ചു ജയിച്ചു തന്നെയാണ്. അപ്പം നവേന്ദ് നമ്മുടെ സ്വിച്ചറാണ്. അതായത് ഓൺലൈനായിട്ട് വീഡിയോസ് ഒക്കെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് നമ്മൾ സ്വിച്ചർ എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ ഒരു കലാകാരനാണ്, ചോദിച്ചോളൂ. ആർ അനന്തകൃഷ്ണൻ ഏത് കല ഇല്ലാത്തതാണ്? ഏതാ? കലാകാരനൊന്നുമല്ല, പക്ഷേ കലോത്സവം ഓർമ്മയുണ്ട്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കഥയെഴുത്തുണ്ടായിരുന്നു. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ ഫാൻസി ഡ്രസ്സും ടാബ്ലോയും നാടകവും അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ തന്നെ അവസാനിച്ചു. മേളിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഫാൻസി ഡ്രസ്സിൽ ഞാൻ പരശുരാമന്റെ വേഷമായിരുന്നു. ഞാൻ തന്നെ ഒരു മഴുവുണ്ടാക്കി ആ മഴുവൊക്കെ പിടിച്ച് മറ്റേ ക്ഷത്രിയന്മാരെ കൊല്ലുന്ന ഒരു സീനായിരുന്നു ഫാൻസി ഡ്രസ്സിൽ. അത് അന്ന് അവിടെ സെക്കൻഡ് ആയിരുന്നു സ്കൂളിൽ. പിന്നെ യുവജലയ്ക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് കിട്ടിയ കുട്ടി കളിച്ചില്ലായിരുന്നല്ലോ നന്നായിട്ട്. കളിച്ച് ഒരു സ്റ്റേറ്റ് ഒക്കെ പോയി. ആ കുട്ടിക്കൊന്നും പറഞ്ഞൂടാ. ആ കുട്ടി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പി സി വിഷ്ണുനാഥ് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ സീനിയറായിരുന്നു. പി സി വിഷ്ണുനാഥ് ആണ് ടാബ്ലോയിൽ പെരുന്തച്ഛന്റെ വേഷം ചെയ്ത് സ്കൂൾ സ്റ്റേറ്റിൽ ഫസ്റ്റ് ആയി കിട്ടിയതാണ്. പി സി വിഷ്ണുനാഥിനോട് ആ ഒരു ഇതുണ്ടോ ഇപ്പോഴും? പിന്നെ ഞങ്ങളുടെ മാതൃകയല്ലായിരുന്നു, ഞങ്ങളുടെ റോൾ മോഡലായിരുന്നു അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ. വലിയ കലാകാരനായിരുന്നു. നാടകത്തിലും ഫാൻസി ഡ്രസ്സിലും ടാബ്ലോയിലും ഒക്കെ പി സി അന്ന് ശ്രീ വിദ്യാധിരാജ മെമ്മോറിയൽ മോഡൽ ഹൈസ്കൂൾ വെണ്ടാർ കൊട്ടാരക്കരയുള്ള സ്കൂൾ. പിന്നെ കലോത്സവ ഓർമ്മകൾ അതൊക്കെ അങ്ങനെയായിരുന്നു നമ്മുടെ കലാപ്രവർത്തനം. പി സി വിഷ്ണുനാഥിന്റെ ഒരു കലാ ജീവിതത്തെ പറ്റി കൂടി നമ്മൾ അറിഞ്ഞു. അനന്തേട്ടന്റെ കൂടെ അതെ, പി സി വിഷ്ണുനാഥിന്റെ ജൂനിയർ ആണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പൊ പിന്നെ ഞാൻ വളരെ യുവാവാണെന്നാണ് പറഞ്ഞു വരുന്നത്. പി സി വിഷ്ണുനാഥ് ഇത് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ ഇപ്പം പിന്നെ പുത്തരിക്കണ്ടം മൈതാനത്ത് പിന്നെ പഴയടത്തിന്റെ കലവറ തുറന്നിട്ടുണ്ട്. ഇത് മാതൃഭൂമി ന്യൂസിന്റെ കലവറയാണ്. ഇവിടെ നമ്മുടെ പഴയടം എന്ന് പറയുന്നത് മാർഷൽ വി സെബാസ്റ്റ്യനാ. പഴയ വിഭവങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ ജെൻസിക്ക് കൂടി ടേസ്റ്റ് ആവുന്ന വിഭവങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ മുതൽ അത് കാണാം. ജെൻസി ഉണ്ട്, അതുകൊണ്ടല്ലേ ജെൻസി കുട്ടികൾ നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പൊ അവരും കൂടെ പങ്കെടുക്കുന്നുണ്ട്. വിഭവങ്ങളിൽ പുതുമയുണ്ടാകും. പുതിയ തലമുറയ്ക്ക് കൂടി ടേസ്റ്റ് ആവുന്ന വിഭവങ്ങളായിരിക്കും മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ നാളെ മുതൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് പഴയ കലോത്സവ സ്റ്റോറികളല്ല, പുതിയ പഴയതൊന്നുമേ ഇവിടെ ഉണ്ടാകില്ല. എല്ലാം പുതിയതായിരിക്കും, പൊളിക്കും. ഇപ്പൊ ജെൻസി കഴിഞ്ഞ അടുത്ത ജനറേഷൻ ആയിട്ടുണ്ട് 2025 ജനിക്കുന്നത്. ജെൻസി കഴിഞ്ഞ ആൽഫ വന്നു. ഇനി എന്തായിട്ടും എന്റെ ഐറ്റം കലോത്സവത്തിൽ ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കലോത്സവത്തിലായി മത്സരമായി കണ്ടില്ല. ഇല്ല. പക്ഷേ എന്റെ കലോത്സവ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് മാത്രമേ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ. അപ്പൊ ഇത്തവണയും ഈ റിപ്പോർട്ട് ചെയ്ത എല്ലാ മാസ്റ്ററിന്റെ കൂടെയാണ്. അതുകൊണ്ട് അനന്തേട്ടൻ പറഞ്ഞ പോലെ ഓരോ വർഷവും പുതിയ പുതിയ സാധനങ്ങൾ വരും. ഇപ്രാവശ്യവും വരും. കലോത്സവത്തിൽ കണ്ടുമടുത്തു. സൗമ്യയോട് ചോദിച്ചില്ല. സൗമ്യ ജില്ലാതലത്തിൽ ഏതൈറ്റം പോകും? വടകര. അതെ, കോഴിക്കോട്. അത് കപ്പ് മിക്കവാറും കോഴിക്കോടിനായിരിക്കും. അത് അങ്ങനെയാണല്ലോ അല്ലേ? ഐറ്റം ഇവിടെ എന്ത് ഐറ്റം പോകും. പക്ഷെ കഴിവ് കൂടുതലായതുകൊണ്ട് ഈ കലോത്സവത്തിൽ ഒതുക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ കലോത്സവത്തിൽ ഒതുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കപ്പൊന്നും കിട്ടിയില്ല. മറ്റൊരു കലോത്സവത്തെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സൗമ്യ കൃഷ്ണയ്ക്കൊക്കെ മത്സരിക്കാൻ അത് അങ്ങനെയുള്ള കഴിവ് കൂടിപ്പോയിട്ടുള്ളവരും കഴിവുള്ളവരും ഒക്കെ ഇവിടെ ഉണ്ട്. മാർഷൽ ആർട്ട് നൈറ്റ് ഏതായിരുന്നു മാർഷേട്ടാ? ഞാൻ മിമിക്രി, മോണാക്ട്, പ്രസംഗം, ഫിലിം റിവ്യൂ. എന്നാ പിന്നെ ഒരു മിമിക്രി ആവാന്ന്. അല്ല, അത് വിട്ടുപോയി. പിന്നീട് ശബ്ദം മാറി വന്നുകൊണ്ട് തന്നെ ടച്ച് പോയി. അതുകൊണ്ടാണ് മിമിക്രി. അന്ന് എനിക്കൊപ്പം മത്സരിച്ചിരുന്നത് നമ്മളിപ്പോൾ അജയനാണ്. അജയകുമാർ എന്ന് പറഞ്ഞാൽ ഗിന്നസ് പക്രു ഇല്ലേ? ഗിന്നസ് പക്രുവും ഞാനും എല്ലാം ഒരുമിച്ച് ഒരു വേദിയിൽ മത്സരിച്ചിട്ടുണ്ട്. അന്ന് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മത്സരിച്ചു. സോണൽ പ്രാതിനിധ്യമായിരുന്നു. ജസ്റ്റ് വേറെ ഒരു ഇനത്തിൽ ഒരുമിച്ച് മത്സരിക്കാൻ പോയത് ഞാനും നമ്മുടെ പഴയ സഹപ്രവർത്തക ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജുമാണ്. വീണ നന്നായിട്ട് മോണാക്ട് ചെയ്യും. വീണയെ ഞാനും എല്ലാവരും ഒരുമിച്ച് മാതൃഭൂമിയുടെ തന്നെ കോളേജ് കലോത്സവം ഉണ്ടായിരുന്നു. അത് കോട്ടയത്താണ് നടന്നത്. മാതൃഭൂമി കലോത്സവത്തിൽ ഞാനും വീണയെല്ലാം പങ്കെടുത്തിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. ഇപ്പൊ പക്ഷേ റിട്ടയർഡ് കലാകാരനാണ്. നമ്മളെ നയിക്കണം. ജെൻസിക്ക് ഇത് മതിയെന്നല്ലേ? എന്തായാലും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഇവര് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേരുടെ ഒപ്പം പഠിച്ചവർ കൂടിയാണ്. ഏത് ഐറ്റം ഏതാ? ശരത്തിന്റെ ഐറ്റം കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് എല്ലാം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പറ്റിയ നമ്മളാലാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ജനങ്ങളിലോട്ട് എത്തിക്കാനേ നമുക്ക് ആവുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിവ്. അതാണ് അമ്പാട്ടവന്റെ ഐറ്റം. എനർജി മിൽക്ക് കോഫി എന്നാണ് MC² അർത്ഥം. എന്തായാലും ഇവര്
നമ്മുടെ ഐറ്റം ഓക്കെ. പാട്ടല്ലേ? എന്താ പാട്ടല്ലേ? അപ്പൊ തുടങ്ങുമല്ലേ? ലാഗ് ആക്കാറൊന്നും സമയമില്ല. ഇത്ര നേരം വമ്പ ഹൈപ്പാണ് കൊടുത്തത്. അതെ നിമിഷ നേരം കൊണ്ടാണ് ഷിനോന്റെ സ്കില്ല്. നമ്മളെല്ലാരും പഠിക്കൂ പഠിക്കൂ. നമ്മളെ ഏറ്റുപാടാ മൈക്ക് അവിടെ. അതിലായിരം ആശകളാലൊരു പൊൻപല നീയും തേൻവണ്ടുരാ തേൻവണ്ടുരാ കുടമുല്ല പൂവിരിഞ്ഞു അതിനായിരം ആശകളാലൊരു പൊൻപല നീയും തേൻവണ്ടുരാ വേറെന്തെങ്കിലും ഐറ്റം കാണിക്കുന്നുണ്ടോ? ഇല്ല, വരുന്ന കമ്മിങ് സൂൺ കാത്തിരിക്കുക. ഇതുപോലത്തെ ആണോ? അല്ല, ഇതിലും ഇതുപോലത്തെ ആണെങ്കിൽ വേണ്ട. ഇതിലും വലുതാ. ഓക്കെ, അപ്പം നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ചെറുതായിട്ട് ഒന്ന് അതെ, കാണിച്ചു. മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടർമാരെല്ലാം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഇവിടെ പറഞ്ഞതുപോലെ പഴയ അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. അഭിലാഷന്റെ ഐറ്റം ഏതൊക്കെയാ? എനിക്കതിനെ പ്രത്യേകിച്ച് ഐറ്റം ഒന്നുമില്ല. അല്ല, എന്നാലും അത് അറിയണം അല്ലേ? എല്ലാവരെയും ഇങ്ങനെ വാക്കുകൾ കൊണ്ട് മുൾമുനയിൽ നിർത്തുന്ന അഭിലാഷ് മോഹൻ എന്തൊക്കെ ഐറ്റം ഉണ്ടായിരുന്നു സ്കൂളില്? സ്കൂളില് രചനാ മത്സരങ്ങൾ, പ്രസംഗം, അങ്ങനെയൊക്കെയുള്ള. ആദ്യ പ്രസംഗം ഏതാന്ന് ഓർമ്മയുണ്ടോ? ആദ്യ പ്രസംഗം ഏതാണെന്ന് ഓർമ്മയില്ല എനിക്ക്. ശരി, ബൈ. ശരിക്കും പ്രസംഗ മത്സരത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആദ്യ പ്രസംഗം ഏതാണെന്നുള്ളത് ഓർമ്മയില്ല. അപ്പൊ ഇവിടെയൊക്കെ ആരാണ് പ്രസംഗിച്ച് മാറ്റുരയ്ക്കാൻ പോകുന്നത്? നാളെ അഭിലാഷ് മോഹനൊക്കെ പോലെ ആയി തീരാൻ പോകുന്ന ആൾക്കാരാന്നൊക്കെ നമുക്ക് അറിയാല്ലേ നാളെ. എന്തായാലും കലോത്സവത്തിന്റെ ആ പുലരിയിലേക്ക് നാളെ ഉണർന്നെഴുന്നേൽക്കണം. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറാണ്. മാതൃഭൂമി ന്യൂസ് തയ്യാറാണ്, തിരുവനന്തപുരം തയ്യാറാണ്. ഇനി കലോത്സവം തുടങ്ങിയാൽ മതി. ഇതൊന്ന് തുടങ്ങി കിട്ടിയാൽ മതി. തിരുവനന്തപുരം അല്ലെ എന്റെ പറഞ്ഞാൽ ചിലപ്പോൾ സ്ലാങ് തെറ്റിപ്പോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി തുടങ്ങേണ്ട സമയമാണ് ഇവിടെ ബാക്കിയുള്ളൂ. ഇതാ ഇപ്പോ സ്വർണ്ണക്കപ്പ് DPI ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. രാഹുൽ ജി നാഥ് സ്വർണ്ണക്കപ്പിനൊപ്പമുണ്ട്.